ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നേ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കറി ഒന്ന് നോക്കട്ടെ നമുക്ക്. അതിനായിട്ട് ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ ക്യാപ്സിക്കം എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. മെയിനായിട്ട് ക്യാപ്സിക്കം നമുക്ക് ആവശ്യമുള്ളത് എടുത്താൽ മതി. ഇപ്പം അധികം ആൾക്കാരൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒരെണ്ണേ വെക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഉരുളൻകിഴങ്ങ്, സബോള, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില. പിന്നത്തെ ഇൻഗ്രീഡിയൻസൊക്കെ നമുക്ക് ഇത് കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചതിന് ശേഷം പരിചയപ്പെടാം കേട്ടോ. അപ്പോൾ അത് വഴന്ന് വന്ന സബോളയിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതും അതുപോലെ ഒന്ന് വഴന്ന് വരണം. സബോളയുടെ കൂടെ കിടന്നിട്ട് ഒന്ന് വഴന്ന് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഉരുളൻകിഴങ്ങും സബോളയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ശേഷം നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റും ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് റെഡിയായി വരുമ്പോഴത്തേക്കും നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട് കേട്ടോ. ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് ചേർക്കാം. അതിൻ്റെയൊക്കെ ഒരു കണക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പച്ചമുളക് വേണമെങ്കിൽ കീറിയിടാം കേട്ടോ. ഞാനിപ്പോൾ ഇതാ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒപ്പം നമുക്ക് അല്പം ഇറച്ചി മസാലയുടെ പൊടിയും കൂടി ഇതിൽ ചേർക്കാം കേട്ടോ. ഇറച്ചി മസാലയുടെ പൊടി നമുക്ക് ഞാനതവിടെ 1 ടീസ്പൂൺ ഇടുന്നുണ്ട്. 1 ടീസ്പൂണോ 1.5 ടീസ്പൂണൊക്കെ ഇടാം. നമ്മുടെ ഈ ഇതിനനുസരിച്ചിട്ട് നമുക്ക് 1.5 ടീസ്പൂണൊക്കെ ഇടാം. അതിന് ശേഷം നമുക്ക് ഒന്ന് മിക്സായിട്ട് ഒന്ന് ചേർന്നതിന് ശേഷം അല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം. വേവിക്കുക വെച്ചാൽ ഒന്ന് തിള വരെ വേണ്ടൂ. നമ്മുടെ കറി റെഡി ആവും അപ്പോഴത്തേക്കും കേട്ടോ. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ട് റിസൾട്ട് എന്നൊക്കെ അറിയിക്കണം കേട്ടോ.